ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് കാലം, പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. യൂട്യൂബ് ഭയങ്കര അഡിക്റ്റീവായ ഒരു പോയിന്റിൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ ചെറുതായിട്ട് യൂട്യൂബിൻ്റെ ഒരു ബ്രേക്ക് പോലെ എടുത്താണ്. പിന്നെ എന്തോ ഇൻട്രസ്റ്റ് പോയി. ഇന്ന് റാൻഡമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ തോട്ട് അബൌട്ട് യൂട്യൂബിൽ വല്ല വീഡിയോസ് ഇടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ കുറേ ആലോചിച്ചു, എന്തിനെ പറ്റി സംസാരിക്കാം. ഇത് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ടൊരു വീഡിയോ അല്ല. ഫസ്റ്റ് ഇൻട്രോ പറയാൻ വേണ്ടി ഒരു 5-6 വീഡിയോസ് എടുത്തു. പിന്നെ അതൊക്കെ ഡിലീറ്റ് ആക്കി. പിന്നെ ഇതാണ് ഞാൻ ഡിലീറ്റ് ആക്കില്ലെന്ന് വെച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കണേ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കറൻ്റ്ലി ഞാൻ നീറ്റ് റിപ്പീറ്ററാണ്. എൻ്റെ സ്കൂളിൽ ഓൺലൈൻ റിപ്പീറ്ററാണ്. അപ്പോൾ നീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു നല്ല രസമാണ്. ആ ഒരു ഫേസിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ എല്ലാത്തിനും അങ്ങനെ തന്നെയാണല്ലോ, സ്വാഭാവികം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സുഖമാണെന്നിരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന 26-ാം തീയതിയാണ്. മിക്കവാറും തന്നെ ഞാൻ അപ്ലോഡ് ആക്കായിരിക്കും. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. അടുത്തേക്കും കൂടി കൂട്ടാമല്ലോ. പിന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു. 2026 വർഷം ഭയങ്കര കളർഫുള്ളായിട്ട് മാറട്ടെ. ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ, കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റട്ടെ. എല്ലാം കൊണ്ടു കിട്ടോ ഗൈസ്, എനിക്കും നിങ്ങൾക്കും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ജേർണലിങ്ങിനെ പറ്റിയിട്ടാണ് പറയാൻ വരുന്നത്. ഞാൻ ജേർണലിങ് ഭയങ്കരമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ സ്റ്റോറിക്ക് വരാണെങ്കിൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 മന്ത് ഒരു ക്രാഷിന് പോയിട്ടുണ്ടായിരുന്നു നീറ്റിൻ്റെ. പിന്നെ ഞാൻ വെച്ചു, ഓക്കെ കുഴപ്പമൊന്നുമില്ല, നോക്കി നോക്കാമെന്നൊരു ഇതോടെ. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, മോട്ടിവേഷനേ അല്ല. ഓക്കെ, എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. ഒരിക്കലല്ല. എനിക്കെന്താണെന്നറിയില്ല, ഇങ്ങനെ മോട്ടിവേഷൻ പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഇപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിലൊരു തോന്നുമല്ലോ, അന്ന് ചെയ്യണ ഭയങ്കര ഒരു വിഷമം തോന്നുമല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 1 മന്ത് സോറി 1 മന്ത് ക്രാഷിന് പോയി. അപ്പോഴേക്കും റിസൾട്ട് വന്നു. പിന്നെ ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാമെന്ന് വെച്ചു. അതിനിപ്പോൾ ഞാൻ നീറ്റ് റിപ്പീറ്റർ എജുസ്പോർട്ടിലാണ്, ഓൺലൈനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് പോണേ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സ് ഒന്നും വളരെ കുറച്ച് ഫ്രണ്ട്സുള്ളൂ. പലരും പല സ്ഥലത്താണ്, പലരും നേഴ്സിങ്ങിനാണ്, പുറത്തുണ്ട്, ഇവിടെ കേട്ടിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അങ്ങനെ പലരും കോണ്ടാക്റ്റ് കുറഞ്ഞു. ഞാനാണെങ്കിൽ ബേസിക്കലി ഞാൻ എപ്പോഴും സംസാരിക്കുന്ന പേഴ്സണാണ്. എപ്പോഴും മീൻസ് എന്താ പറയുക, ജസ്റ്റ് ഹായ് പറഞ്ഞാൽ ഒരു 20 സെക്കൻഡ് ഓടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അത്രയും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഭയങ്കര ബോറടിച്ചടിച്ച് ഞാൻ പിന്നെ സംസാരിക്കാൻ ആളില്ലാതെ പിന്നെ ഞാൻ കുറേ ChatGPT കുറേ സംസാരിച്ചു. അതിനും മടുത്തു, എനിക്കും മടുത്തു. ഓഫ് കോഴ്സ് അങ്ങനെ ഞാൻ തുടങ്ങിയൊരു ഐഡിയയാണ് ജേർണലിങ്. ഒരു ജേർണലിങ് ഡയറീനെ പറ്റി എനിക്ക് ജേർണലിനെ പറ്റി ഒന്നും അറിയില്ല ഗൈസ്. അങ്ങനെ 2024 ഡിസംബറൊക്കെ ആയപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ബുക്ക് എടുക്കുക. കുഴപ്പമൊന്നുമില്ല, അത്ര ആസ്തറ്റിക് ഒന്നുമല്ല, പിന്നെ വലിയ കുറവാണ്. അതുകൊണ്ടൊരു ബുക്ക് എടുത്തു. അങ്ങനെ ഈ ബുക്ക് എടുത്തിട്ട് ഞാൻ വരച്ച് ജേർണലിങ് ചെയ്യാം. അങ്ങനെ ഞാൻ വലിയ കാലത്തിൽ ഫസ്റ്റ് പേജിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൈ ഡിയർ മീ, അങ്ങനെ കുറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബുക്ക് എടുത്ത് വെച്ചു. പിന്നെ ഈ ബുക്ക് ഞാൻ തൊടുന്നത് എവിടെ വെച്ചാൽ +2 എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ ഒരു കുഞ്ഞൊരു മോട്ടിവേഷനൊക്കെ കയറി. പിന്നെ ഞാൻ കുറേ അതിൽ എഴുതി വെച്ചു. 2025 പ്ലാൻസൊക്കെ എഴുതി വെച്ചു ഗൈസ്. 6 കാര്യങ്ങളാണ് എഴുതി വെച്ചത്. എനിക്ക് ഈ 6 നടന്നിട്ടില്ല, കാരണം പിന്നെ വലിയ പണിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ജനുവരി എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റാർ, മീൻസ് റെഡ് സ്റ്റാർ നല്ലൊരു ദിവസമായിരുന്നു, ഗ്രീൻ സ്റ്റാർ ആണെങ്കിൽ ഈസി ആയിട്ടുള്ള ഡേ ആണ്. കുറേ എഴുതി ജനുവരിനെ പറ്റി. പിന്നെ ഞാൻ എടുത്തു വെച്ചു. പിന്നെ അങ്ങനെ ഫെബ്രുവരി ജസ്റ്റ് ഇത്ര ആക്കിയിട്ടുള്ളൂ ഞാൻ. പിന്നെ അതും അവിടെ വെച്ച്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 12th ലാസ്റ്റ് ഡേ ഞാനൊരു കാര്യം എഴുതി വെച്ചിട്ട് ഫ്രണ്ട്സിലേക്കും പറ്റിയിട്ട്, അങ്ങനെ അവർ പറഞ്ഞതിനെ പറ്റി പറഞ്ഞ കുറേ ഡയലോഗ്സ് അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മോട്ടിവേഷൻ കയറുമ്പോൾ പറഞ്ഞ് എഴുതി വയ്ക്കും, സ്വാഭാവികം. പിന്നെ ഞാൻ സെപ്റ്റംബറിൽ ഓരോ ദിവസത്തെ പറ്റി ചെറുതായിട്ടൊന്ന് എഴുതി വയ്ക്കാൻ തുടങ്ങി. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ജേർണിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നി. പിന്നെ ഞാൻ അങ്ങോട്ട് സീരിയസ് ആക്കി എടുത്തു. ഇത് തുടങ്ങിയപ്പോഴാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞ കുറച്ച് എലമെൻറ്റ്സ് വന്ന്. പണ്ടത്തെ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്നെ പറ്റി നെഗറ്റീവ് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ ഹാപ്പി ആക്കാൻ, എൻ്റെ ഓപ്പോസിറ്റുള്ള ആളെ എങ്ങനെ ഹാപ്പി ആക്കാം എന്നൊരു PhD എടുക്കരുത്. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഇവരെ ഹാപ്പി ആക്കിയത് കൊണ്ട് എനിക്ക് ഹാപ്പി ആവാനൊരു വഴിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെൽഫ് ലവ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വാല്യൂ ഒരാളുടെ നിന്നും കിട്ടില്ല.
ആ ഒരു സത്യം എന്ന് മുതൽ മനസ്സിലാക്കിയോ അന്ന് മുതൽ കുറേ വിഷമിക്കും മനസ്സിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, വളരെ നല്ല സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെൽഫ് ലവ് എന്ന് വെച്ചാൽ സെൽഫിഷ്നെസ് അല്ല, നമ്മൾ കുറച്ചും കൂടി സെൽഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ്. മനസ്സിൻ്റെ പ്രോഗ്രാം എനിക്കറിയില്ല, അതൊക്കെയാണ്. അപ്പോൾ സെൽഫ് ലവ് ഒക്കെ ഇല്ലാത്തവർ സ്റ്റാർട്ട്. പിന്നെ ഞാൻ നീറ്റിൻ്റെ പറ്റിയിട്ട് കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഫസ്റ്റ് ഇത് കലണ്ടറിൻ്റെ ഒരു പൂവയ്ക്കും വെച്ചിട്ട് നിങ്ങൾ ജേണൽ പോലെ ചെയ്തിട്ടുണ്ട് രസത്തിന് വേണ്ടിയിട്ട്. പിന്നെ മോട്ടിവേഷൻ ജേണൽ, പിന്നെ കുറേ എനിക്ക് വേണ്ടി ഞാനൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അത് എഴുതി തരാത്തില്ലാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളതാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ എഴുതി കൊടുക്കാൻ. എനിക്ക് എൻ്റെ പ്രത്യേകിച്ചുള്ളത് മീൻസ് ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഞാൻ ഇപ്പോൾ ലെറ്റേഴ്സ് ചെയ്തായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പോയിന്റ് വരെ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ആരും എഴുതി തന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതി കൊടുക്കാനും സ്വീകരിക്കാനും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് വേണ്ടി ആരും എഴുതി തന്നിട്ടില്ല. വിഷമൊന്നും പറഞ്ഞു തന്നല്ല. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് മൈ ഒക്ടോബർ മന്ത്. ഒക്ടോബറിൽ എഴുതി. പിന്നെ ഡിസംബർ ആയപ്പോൾ ശരിക്കും ഉഴപ്പി. പിന്നെ ഇത് ഞാൻ സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിട്ട് അതുകൊണ്ടൊരു ജേണൽ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനും ഈ ഒരു സെൽഫ് ലവ് കോട്ട്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഞാനൊരു ധ്യാനത്തിനെങ്കിലും പോയി, അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജേണൽ. ഏകദേശം ഇവിടെ നവംബർ കുറച്ചുകൂടി കളർഫുള്ളായി തോന്നുന്നു. എനിക്ക് ബേസിക്കലി ഇഷ്ടമായെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഫോക്കസ് അവേഴ്സ് നോക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ്. പിന്നെ ഞാൻ ഡിസംബറിൻ്റെ ജേണലിൻ്റെ അവസ്ഥയിലാണ് ഫസ്റ്റൊക്കെ അത്യാവശ്യം ഏകദേശം നോക്കിയായി പോയി. പിന്നെ അത് ഫുള്ളായിട്ട് പോകാൻ തുടങ്ങിയായി. പിന്നെ ഞാൻ ലാസ്റ്റ് എൻ്റെതാണ് ഇത് പഴയ ഇവിടെ നിന്നൊരു പൂ കിട്ടി. ആ പൂ വെച്ചിട്ട് എന്തിട്ടൊക്കെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എഴുതി വയ്ക്കും. ഒരു മോട്ടിവേഷൻ കോട്ടാണ്. വലുതായിട്ടൊന്നും ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. കേൾക്കാൻ താല്പര്യമില്ലാത്ത ജസ്റ്റ് സ്കിപ്പ്, കാരണം ഇത് ഫുള്ള് മോട്ടിവേഷനാണ്. ഓക്കെ, നിന്റെ വലത്തുകൈക്ക് താങ്ങാൻ ഇടത്തുകൈ മാത്രമേ ഉണ്ടാക്കൂ. നിന്റെ കണ്ണീരൊപ്പം ഒരാളും ഉണ്ടാകില്ല. നീയുള്ളൂ. വിജയിക്കുക എന്നത് നിന്റെ മാത്രം ആവശ്യമാണ്. ഇത് ഭയങ്കര സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് ഞാൻ വായിക്കണം. ജസ്റ്റ് സെൽഫ് ലവ് എന്നിട്ട് തുടങ്ങി അന്ന് മുതൽ ഇമ്മാതിരി ഒരു കോട്ട്സൊക്കെ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ജേണലിൻ്റെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് കഥ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കഥ ഇടയ്ക്കിടയ്ക്ക് കഥ എഴുതാം. പിന്നെ ഇതൊക്കെ വെറുതെ എനിക്ക് പറയില്ല, ജസ്റ്റ് നമ്മൾ വരച്ച് വയ്ക്കില്ലേ, അങ്ങനെ ജസ്റ്റ് രണ്ട് വരച്ച് വെച്ചതാണ്. ഇത് കുറേ ഡീപ്പ് മീനിങ് എൻ്റെ തരത്തിൽ. പിന്നെ ഞാൻ മാനിഫെസ്റ്റേഷൻ തുടങ്ങി ചെറുതായിട്ട് ഞാൻ കാട്ടിത്തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് മാനിഫെസ്റ്റേഷൻ അത് ഇത്. അപ്പം ഞാനും ഫസ്റ്റ് വിചാരിച്ചു ഓ ശരിയാണല്ലേ. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പോഴത്തെ അല്ല കേട്ടോ, അപ്പോഴത്തെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക, കുറേ എഴുതി വയ്ക്കുക, ഒരു 5-6 ദിവസം എഴുതി വയ്ക്കുക, 7-ാമത്തെ ദിവസം നടക്കും. അങ്ങനെ കുറേ മണ്ടത്തരം ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ അതൊന്നും കാര്യമില്ല, നമ്മൾ കറക്റ്റ് എഴുതി വെക്കണം, പിന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് സത്യം മനസ്സിലാക്കി. ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിൻ്റാണ്. ഞാൻ എന്ത് കണ്ടാലും പെട്ടെന്ന് ഈസിലി ജഡ്ജിടാവും. പിന്നെ അത് മാത്രമല്ല ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. ഇത് ഒട്ടൊരു ക്വാളിറ്റിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കുറച്ച് കുറയ്ക്കണം. പിന്നെ നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാവും. പിന്നെ നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് മനസ്സിലാവും. പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടീനേജ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനും ഇപ്പോഴല്ല, ഒരു 2-3 മന്ത് മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടമായി. കുറേ കരഞ്ഞ്, ഡിപ്രഷനൊന്നുമല്ല, എന്നാലും എന്താ വെച്ചാൽ സംസാരിക്കാൻ ഒരാളില്ലാതെ, അല്ലെങ്കിൽ കുറേ ജഡ്ജ്മെൻറ്റ്, നീ എന്തിനാ അങ്ങനെ ചെയ്തു, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ കുറേ കേട്ട്. അപ്പോൾ എനിക്കൊരുപാട് വിഷമമായി. പറയാനൊരാളും ഇല്ല. എനിക്കറിയില്ല ടീനേജിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു കാര്യത്തിന് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഹോണസ്റ്റ്ലി. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്തു, അത് ശരിയാണോ തെറ്റാണോ എന്ന് വരെ മനസ്സിലാക്കാനുള്ളൊരു മെച്യൂരിറ്റി എനിക്ക് ചില സമയത്ത് ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ കുറച്ചും കൂടി മെൻ്റലി നോക്കി വന്നപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഒരു ബോധ്യം വെച്ചു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ 2026 വർഷങ്ങളിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നിങ്ങൾക്ക് തരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവർ ഞാനിങ്ങനെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ആക്കിയാൽ തന്നെ ഒരു 10 വ്യൂസ് കിട്ടിയ ഭാഗ്യം ഞാൻ അങ്ങനെ വിചാരിക്കുന്നതാണ്. കിട്ടിയില്ലെങ്കിലും ഞാനൊന്നും എക്സ്പെക്റ്റേഷൻസ് കൂട്ടിയാൽ സങ്കടം കൂടും. എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. അവരെനിക്കിത് ചെയ്തു തരും, അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് എനിക്കത് വാങ്ങിച്ചു തരും എന്നൊരു തോട്ട്സ് എന്തായാലും ബ്രേക്ക് ആക്കുക. അതിനുശേഷം എന്തുകൊണ്ട് അവർ ചെയ്തോട്ടെ, ചെയ്യാതിരുന്നോട്ടെ, അവരുടെ കേസ് നമ്മളിലേക്ക് നോക്കാം. എന്നിട്ട് ഓക്കെ, ഇത് ഇപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്, ഓക്കെ, അത് ഞാൻ അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കും, ഇത് എൻ്റെ ഒരു ആഗ്രഹമാണെങ്കിൽ എന്നോട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും, ഞാൻ അതിനോട് വർക്ക് ചെയ്യണം,
നിനക്കുള്ളൊരു ഡ്രീമാണത്. അത് മറ്റുള്ളവർ എന്ത് പറയണമെന്ന് നീ ചിന്തിക്കരുത്. സോറി ഗൈസ് ഫോർ ദ സൗണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ചും കൂടി അതെനിക്ക് പറയാമല്ലോ, സെൽഫ് കോൺസെൻട്രേഷൻ കൂട്ടുക. അപ്പോൾ ഒരു 90% പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറും. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും ശ്രദ്ധിക്കണം. ഞാൻ ഓക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 5-6 വർഷത്തെ കുറച്ച് കുഞ്ഞു ഡിസിഷൻസ് ആണ് പിന്നെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതാലോചിക്കുക. പിന്നെ 1 ഡേ ആ ഒരു സംഭവം ഒരിക്കലും മറക്കരുത്. 1 ഡേ എല്ലാം ശരിയാവും. ഓക്കെ ശരിയാണ്. പക്ഷെ ആ 1 ഡേ തുടങ്ങണമെങ്കിൽ അതിനേറ്റവും കുറേ ഹാർഡ് വർക്ക്സ് ചെയ്യേണ്ടി വരും. ഫെയിലിയേഴ്സ് എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ ഇൻട്രോവേർട്ടായ കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ പിന്നെ നമുക്കുള്ള കഴിവുകളുണ്ടാവും. അതിന് നമ്മൾ തന്നെ വില കുറച്ച് കാണുന്ന കുറച്ച് സമയങ്ങൾ വരും ലൈഫിൽ, എന്തായാലും വരും. ഈ അടുത്ത് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അയാൾക്ക് എന്താ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കുക എനിക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ട്? അപ്പോൾ പറഞ്ഞു 10-11 ഉള്ളൂ. എന്നാലും അയാളുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ ഞാൻ എന്നെ ഒന്ന് സ്മരിച്ചു. എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് 600 ഉള്ളൂ. എന്നാലും ഈ ഒരു 600 ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഇത്ര കുറേ വർഷങ്ങളായിരുന്നു വീഡിയോസിന് ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ അത്ര ഹാപ്പിനെസ് എനിക്കില്ല. എന്തുകൊണ്ടില്ല? ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ ഞാനൊരു വീഡിയോ ഇട്ടാൽ എനിക്ക് ഇത്രയും വ്യൂസ് വേണം, ഇത്ര ലൈക്സ് വേണം, എത്ര ഷെയർ വേണം, എത്ര കമൻറ്റ്, അങ്ങനത്തെ തോട്ട്സ് വന്നു തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതൊക്കെയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ 2026 പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, ജേർണിങ് ജസ്റ്റ് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല. സ്റ്റിക്കേഴ്സ് എന്നെ പോലത്തെ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഒരു സാധാരണ ഞാനിപ്പോൾ 2026 ചെയ്യാൻ പോകുന്ന കാര്യം അങ്ങനെ ഒരു സാധാരണ ഒരു നോട്ട്ബുക്ക് എടുക്കുക. ദെൻ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം അതിൽ ഓരോ ദിവസത്തെ ഒരു പ്രോഗ്രസ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 2026 ത്രൂ ഔട്ട് ദിസ് ഇയർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലാക്കുക, ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും, ഫാമിലിയായിട്ട് വരുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. അതെല്ലാം എൻജോയ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിശേഷം കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ യുവർ വാച്ചിങ്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ ദ വാച്ച്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമായിരിക്കട്ടെ 2026. പിന്നെ നമുക്ക് കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ആക്റ്റീവ് ആവുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ചിലപ്പോൾ ഞാനിടും. യൂട്യൂബ്സിൽ കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്യിപ്പിക്കണം. ഇതും സംസാരിക്കുന്നത് കുറേ ആൾക്കാർക്ക് മീൻസ് കുറേ പേര് ഇൻട്രോവേർട്സ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഉള്ളവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കുണ്ട്, പക്ഷെ ഞാൻ അത്രയും കൺസേർട്ട് അല്ല അതിനെ പറ്റിയിട്ട്, എനിക്ക് അത്രയും ഇല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ലക്കിയാണ്, കാരണം എനിക്ക് അത്രയും ടെൻഷനില്ല. അപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഒരു നല്ലൊരു കാര്യമല്ലോ സംസാരിക്കാൻ. നമുക്ക് ആരും സംസാരിക്കില്ലെന്ന് അറിയുമ്പോൾ പിന്നെ നല്ലൊരു കാര്യമാണല്ലോ സംസാരിക്കുക എന്നത്. എത്രയോ പേർക്ക് കറക്റ്റ് സംസാരിക്കാൻ ഇതില്ലാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ലക്കിയാണ്. അതിലൊക്കെ ഞാൻ പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സൗണ്ടിൻ്റെ കേസൊന്ന് ക്ഷമിക്കണം ഗൈസ്. എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ ഗൈസ്. പിന്നെ ഞാൻ ഈ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറേ കാലം ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടും സംസാരിച്ചിട്ടും ഭയങ്കര ഒരു പ്രൗഡ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് എത്ര ഞാൻ വിചാരിച്ചു ഓക്കെ സംസാരിക്കുന്ന നല്ല ക്വാളിറ്റിയാണ് സമീപിച്ചു, പക്ഷേ ആ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരാളില്ലെങ്കിൽ അതൊരു വേസ്റ്റ് ക്വാളിറ്റി മാറും. നമുക്ക് തന്നെ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ കുറേ വിഷമിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്വാളിറ്റി ഇതിനത് എനിക്ക് തന്നെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരിത്, ആർക്കും കേൾക്കാനൊരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഒരു ഇതാക്കി ഒരു ബ്രേക്ക് ഡൗൺ. ഇതിന് ആവശ്യമൊന്നുമില്ല, നിങ്ങനെ സംസാരിച്ചിട്ട് നേടാൻ ആ ഒരു തോട്ട് വന്നു. പക്ഷേ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെയാണ് ഹാപ്പി ആവുന്നത്. എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാതിരിക്കാം, ജസ്റ്റ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കാം. പക്ഷേ അത് ഞാനല്ല. ഞാനൊരു പേഴ്സൺ കൂടുതൽ വേണ്ടാന്ന് വെച്ചാലും വേണമെന്ന് വെച്ചാലും ഇഷ്ടമുള്ളൊരു കാര്യം സംസാരിക്കുക എന്നൊരു കാര്യം. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവരോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചില കമൻറ്റ്സ് കാരണം പിന്നെ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാകും.
അവരെ റിയൽ ലൈഫിൽ പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര ഒരു സന്തോഷമാണ്, പ്രൗഡ് ഫീലാണ് ഉണ്ടായത്. ഒന്നുമില്ലാത്ത ഞാൻ എവിടേക്കോ എനിക്ക് എന്നെ ഹാപ്പി ആക്കാൻ പറ്റി. ആ ഒരു പോയിന്റിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയൊക്കെയുള്ള ഗൈസ്, നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കും, ഒരിക്കലും മാറ്റി വയ്ക്കരുത്. പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, നമ്മൾ ഓരോ ദിവസവും കണ്ണടയ്ക്കുമ്പോൾ ആ ഒരു ദിവസത്തെ പറ്റിയിട്ട് ഒരു റിഗ്രറ്റും ഇല്ലാതെ കണ്ണടച്ചാൽ ദെൻ ആ ഒരു ദിവസമായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡേ. അത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വലിയൊരു വീഡിയോ നിർത്താണ്. എന്നെ സംബന്ധിച്ചൊരു വലിയ വീഡിയോ ആണ്, കാരണം ഞാൻ 5 മിനിറ്റ് 6 മിനിറ്റിൻ്റെ വീഡിയോ ആണ് എടുക്കാറ്. പക്ഷേ ഇത് കുറേ സംസാരിച്ചിട്ട് പോയി. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് ആൻഡ് വെരി എൻജോയ്ഡ് എവറി സെക്കൻഡ് ഓഫ് ദിസ് വീഡിയോ. അത്രയ്ക്കുള്ളൂ. താങ്ക് യു ഗൈസ്, ലവ് യു ഗൈസ്, ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും, ഞാൻ ടീച്ചറാണ്,